വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ദൃശ്യം 3. അത് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ? 60 കിലോമീറ്റർ ദൂരെ മഡ്ഗാവിൽ പോയിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഞാനുള്ളത് കാർവാറിൽ നിന്ന് നമ്മൾ 60 കിലോമീറ്റർ പോയിട്ട് മഡ്ഗാവിൽ പോയിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. ഊട്ടിയിലാണുള്ളത്. നമ്മളൊരു ഫ്രണ്ടിനെ കാത്തു നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവരും കൂടെ വന്നിട്ട് നമ്മൾ ഈ സ്കൂട്ടി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ട്രെയിനിലായിരിക്കും പോകുന്നത്. നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. ഇനി നമ്മളെ വണ്ടി ഇവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് വന്ന് വണ്ടി എടുത്തിട്ട് അവർ വണ്ടിയിലാണ് മഡ്ഗാവ് വരെ വരുന്നത്. പക്ഷേ ഈ മണ്ടന്മാർക്ക് എങ്ങനെ കീ കൊടുക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയത്തില്ല. കാരണം ഇവിടെ വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്താണ് സംഭവം എന്ന് അറിയാൻ വയ്യ. നമ്മളെന്തായാലും എത്തി. നമ്മളിപ്പോൾ ട്രെയിനിൽ കയറും. 9:30 ആയി കേട്ടാ. ഇതാണ് എന്റെ പാട്. എവിടെ എത്തിയിരിക്കുകയാണ്? റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ദൃശ്യം 3 കാണാം. മഡ്ഗാവിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കുറെ മണ്ട ഫ്രണ്ട്സ് വരാറുണ്ട്. ലോക്കൽ ട്രെയിനിൽ കയറി നമ്മളില്ലേ. ഇനി നമ്മളെ കുറെ മണ്ടന്മാര് ഫ്രണ്ട്സ് വരാറുണ്ട്. അവര് നമ്മളെ വണ്ടി എടുത്തിട്ട് അവര് നേരെ മഡ്ഗാവിലോട്ട് വരും. ഇപ്പൊ ഞാനും പാറുവാണെന്ന് ഷോ സ്റ്റീലേഴ്സ്. ശരി, ഓക്കെ. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുള്ള ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്ന് നമ്മളൊരു ചായ എല്ലാം കുടിച്ചു. നല്ല ഏലക്കേൻ്റെ ഫ്ലേവറുള്ള ചായയായിരുന്നു. അപ്പോൾ കുറേ നേരം ലേറ്റായിട്ടാണ് ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓടിപ്പിടിച്ച് നമ്മൾ ട്രെയിനിലൊക്കെ കയറി. ഈ കാണുന്നതാണ് നമ്മുടെ യുവമിഥുനങ്ങൾ. ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്. ഇത് വൈഫ് പാറു. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലായിരുന്നു. ഒരു പുഴുങ്ങിയ മുട്ട തിന്നിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ ആരും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചായ കുടിച്ചതേ ഉള്ളൂ. സോ നമ്മൾ ദോശ കഴിക്കാൻ പോകും. മസാല ദോശ. ഇവിടുത്തെ മസാല ദോശ നല്ലതാണ്. ആണോ? ഇതിന്റെ കൂടെ ഒരു സാമ്പാർ കിട്ടും. അത് പക്ഷെ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല. കണിവെള്ളരിക്ക ഇട്ടിട്ടുള്ള സാമ്പാർ അതല്ല. അതിനകത്തൊരു മറ്റേ ജീരകം ഇല്ലേ, ജീരകം. നിങ്ങളവിടെ സാമ്പാറിൽ ജീരകം ഇടും? സാമ്പാറിന് ജീരകം കടുവറക്കും ഇടത് വേറൊരു ഫ്ലേവറാ. അതെയോ? ഇവിടെ എനിക്ക് അങ്ങനെ ശീലമില്ല സാമ്പാർ. എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ അങ്ങനെ ഒരു ജീരകത്തിന്റെ കുത്തലാണ്. അങ്ങനെ കുത്തൽ ജീരകം കടുകിടുന്ന പോലെ ജീരകം ജസ്റ്റ് ഇടും. കുടിക്കാൻ പോകുന്നത് ഇവിടെ നല്ല ഫിൽറ്റർ കോഫിയൊക്കെ കിട്ടും. ശരി, അപ്പൊ നമ്മൾ കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു റെസ്റ്റോറൻറ്റിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ചെന്നത് ഒരു 2 കെട്ട ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ മസാല ദോശ കഴിഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നമുക്ക് ഒരൊറ്റ മൈൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ 4 എണ്ണം എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇനി വേറെ ആരെയും കൊണ്ടുവരല്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ തിയേറ്ററിൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ. ഞാൻ നേരത്തെ കുറച്ച് പൊട്ടന്മാര് കാര്യം പറഞ്ഞില്ലേ. ഇതൊക്കെയാണ് ആ പൊട്ടന്മാര്. ഇവരൊക്കെയാണ് പൊട്ടന്മാര്. അതെ, ഞാൻ നേരത്തെ കോൺ വാങ്ങാനുള്ള പ്ലാൻ ഇല്ല. കാരണം ഒരു ഡബ്ബയ്ക്ക് 950 റുപ്പീസാണ്. 950 രൂപ ഉണ്ടെങ്കിൽ എന്തെല്ലാം ചെയ്യും. എന്തോ ഏത്തപ്പഴം പൊളിക്കുന്ന നമ്മളെനിക്ക് എല്ലാം കണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അടിപൊളി മൂവി. എല്ലാരും മസ്റ്റ് ആയിട്ട് പോയി വാച്ച് ചെയ്യണം. ട്വിസ്റ്റുകളാണ് നമ്മൾ ദൃശ്യം 4 എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതെ. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞം കഴിക്കാൻ. എനിക്കൊക്കെ ആണെങ്കിൽ ചോറ് ഇങ്ങനെ കുഴച്ച് തൈരൊക്കെ ഇട്ട് കഴിക്കാൻ തോന്നും. പക്ഷെ ഇവർക്ക് ആർക്കും ചോറ് ഇഷ്ടമാണ്. അതിനെ അതും കണ്ടോണ്ടിരിക്കാനേ. അയ്യോ. അപ്പൊ എനിക്കിങ്ങനെ ചോറെല്ലാം ഇങ്ങനെ കഴിച്ച് തൈരൊക്കെ ഒഴിച്ച് കുഴച്ച് കഴിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ്. പക്ഷെ ഇവന്മാർക്ക് ആർക്കും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇല്ല. മൈൻഡ് സെറ്റ് ഇല്ലാത്തതുകൊണ്ടല്ല ഗൈസ്, ഇവിടെ കുഴച്ച് കഴിക്കാനുള്ള കടയില്ല. കുഴച്ച് അതെ എവിടെയൊക്കെ കിട്ടും. അപ്പൊ എന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കട്ടെ. ഇവന്മാരുടെ കൂടെ പോകുന്നോണ്ടാണ് പേടി. ഇല്ലാന്നുണ്ടെങ്കിൽ തനിച്ച് പോയി എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലും കോളോ. അങ്ങനെ നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് അവിടെ ചെന്നിട്ട് ഫ്രൈഡ് റൈസും ചിക്കൻ താലിയും ഫിഷ് താലിയൊക്കെ കൂടെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിചാരിച്ച പോലെ തന്നെ കുഴച്ച് കഴിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ചിട്ട് ഇനി ബസ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നത് ട്രെയിനിലാണ്. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകാൻ പോകുന്ന ബസ്സിലാണ്.
ഇപ്പം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലുള്ള വണ്ടിയെല്ലാം എടുത്ത് നമ്മളെ പയ്യന്മാരിവിടെ വന്നായിരുന്നു. അപ്പോൾ പിന്നെ വണ്ടിയുടെ കാര്യം നമ്മളിത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബസ്സിൽ കയറുക, പോവുക. ബസ്സിന് ഒരാൾക്ക് എത്ര രൂപയാണ് ടിക്കറ്റ്? 150 രൂപ. ഇങ്ങോട്ട് വന്നപ്പോൾ ട്രെയിനിൽ ഒരാൾക്ക് ടിക്കറ്റ് 50 രൂപയായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് 150 രൂപയൊക്കെ ആവും. ബസ്സിലാണ് കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ് ബസ്സിൽ. ഓക്കെ, മണിക്കൂറിന് ശേഷം അല്ലല്ലോ 1.5 മണിക്കൂറിന് ശേഷം നമുക്ക് സീറ്റ് ചീഞ്ഞ് നാറി. ഇനി വീട്ടിൽ ചെന്നൊന്ന് പുഴുങ്ങിയെടുത്താൽ മതി. ആ വിധമായി കവിയൊക്കെ ചേർത്ത്